ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്വാഡിങ് ഫ്ലവർ വിത്ത് പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ലീഫാണ് ഉണ്ടാക്കുന്നത്. നമ്മളിത് മുമ്പ് ഒരു ഫ്ലവർ വേസിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്ലവർ വേസിൽ സെറ്റ് ചെയ്യണമെന്നുള്ള ആൾക്കാർ ഈ വീഡിയോ ഒന്ന് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഈ തിക്നെസ് അവിടെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഗൈസ്, നമ്മൾ റോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഗ്ലൂ ചെയ്തു. അതിനുശേഷം നമ്മളത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിന് പ്രത്യേകിച്ച് ഡയമീറ്റർ ഒന്നുമില്ല, കാരണം അത് ലീഫാണ്. ലീഫിന് ഡയമീറ്റർ കൊടുത്തില്ല. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് നമ്മളൊരു സൈഡിലോട്ട് ഇങ്ങനെ ആക്കുകയാണ്. അപ്പോഴതിൻ്റെ ഒരു ഷേപ്പ് വന്നിട്ട് ഗൈസ് ശ്രദ്ധിച്ച് നോക്കി മനസ്സിലായി. സെൻറ്ററിന് ഒരു സൈഡിലോട്ട് ഇങ്ങനെ ആക്കിയതിന് ശേഷം അതിന് പ്രസ് ചെയ്യുന്നതൊക്കെ നമ്മൾ വേറെ രീതിക്കാണ് പ്രസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിറയെ നമ്മളിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗി പോലെയൊക്കെ ആക്കുക. അതിനുശേഷം ഇങ്ങോട്ട് നോക്കിയെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. അതിനുശേഷം ആ നടുഭാഗം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുന്ന ശേഷം എൻ്റെ നന്നായിട്ട് പ്രസ് ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. കാണുന്ന പോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ സൈഡിലോട്ടാക്കി കൊടുക്കുക. അതേപോലെ തന്നെ ചെയ്തെടുക്കുക. അത് അവിടെ ഒരുപാട് പ്രസ് ചെയ്യരുത്, താഴത്തെ ഭാഗം ഒരുപാട് പ്രസ് ചെയ്യരുത്, ഇല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് കിട്ടത്തില്ല. ഓക്കെ, നമ്മൾ പ്രസ് ചെയ്തൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഇതിന് ഒരു പണി കൂടി ഉണ്ട്. അതായത് ഇതിന് ഷേപ്പ് അങ്ങനെ തന്നെ നിൽക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നല്ല ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിന് മേലെ കൂടെ ഒരിക്കൽ കൂടി ഒരു സ്ട്രിപ്പ് ഇങ്ങനെ കുത്താണ്. സെയിം സൈസ് തന്നെയാണ്. അതേപോലെ എല്ലാവിടെയും ഗ്ലൂ ചെയ്തതിന് ശേഷം ഒരു സ്ട്രിപ്പ് കൂടി അതിൻ്റെ മേലെ ഒട്ടിക്കാം. സെയിം സൈസ് തന്നെയാണ്. അതേപോലെ മേലോടെ ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ ഒട്ടിക്കുക. ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നാലേ അത് നേരെ അവിടെ സ്റ്റിക്കാൻ നിൽക്കത്തുള്ളൂ. അതേ ഷേപ്പ് തന്നെ നിൽക്കത്തുള്ളൂ. ഗൈസ്, നമ്മൾ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഗൈസ്, നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ പൂ ഉണ്ടാക്കുന്നത് മിസ്സായിപ്പോയി. അപ്പോൾ ഇത് സ്ക്രീനിൽ കാണുന്ന പോലെ സൈസ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് 11 റോൾ ചെയ്തെടുത്താൽ മാത്രം മതി. ഈസി ആയിട്ട് തന്നെ പൂ ഉണ്ടാക്കാം. അതിന് ശേഷം സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല, മിസ്സായിപ്പോയി ക്ലിപ്പ് അതിൻ്റെ. അപ്പോൾ വന്നിട്ട് നമുക്കിതിന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ഇല എങ്ങനെ വെച്ച് നോക്കണം. എങ്ങനെ ഇതിനൊരു ഷേപ്പൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കുക. സൈസ് ചെറുതും വലുതൊക്കെ ഉണ്ടാക്കിയാൽ ഇല വൃത്തി ഉണ്ടാവുള്ളൂ. ഇതേപോലെ സെറ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്കിത് ഈ പൂക്കൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റോൾ ചെയ്തെടുക്കാം.
0.5 തിക്നെസ്സിൽ 0.5 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ ഇതേപോലെ റൗണ്ട് ചെയ്തെടുക്കുക. സൈഡിൽ കാണുന്ന പൂക്കൾ അതേപോലെ റൗണ്ട് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ പൂക്കൾ സെറ്റ് ചെയ്യുന്നത്. അതേപോലെ പറഞ്ഞ സൈസിലുള്ള പൂക്കളാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. സ്ക്രീനിൽ കാണുന്ന പോലെ സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ അവസാനമായിട്ട് നമ്മൾ 4 റെഡാണ് എടുത്തിരിക്കുന്നത്, 5 റെഡാണ് എടുത്തിരിക്കുന്നത്. കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിക്കോട്ടെ നേരിട്ട് 8 ഓറഞ്ചും 5 ചുവപ്പുമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ലൈറ്റിന് ചെറിയ പ്രശ്നമുള്ളത് കാരണം ക്യാമറ പെട്ടെന്ന് ബ്ലറായ പോലെ ആയിരുന്നു, സോറി, ക്ഷമിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ തണ്ട് ഉണ്ടാക്കിയെടുക്കാം. അതിന് സെയിം സൈസിലുള്ളതിന് തന്നെ ജസ്റ്റ് ഒരു 9 സെൻറ്റിമീറ്ററിൽ ഇതേപോലെ തന്നെ നമ്മൾ സ്കെയിൽ വെച്ച് അളന്നതിന് ശേഷം മടക്കുക. ഇതേപോലത്തെ സ്കെയിൽ കാണുമ്പോൾ തന്നെ മടക്കി കൊടുക്കാം. മടക്കി കൊടുക്കുക. അതിന് ശേഷം പ്രസ് ചെയ്ത് ഗ്ലൂ ചെയ്യുക. നമ്മൾ ഗ്ലൂ ചെയ്യുന്ന വീഡിയോ കാണിക്കുന്നില്ല, നമ്മൾ ലാസ്റ്റ് ഗ്ലൂ ചെയ്ത് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് നേരാണ് സെറ്റ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുള്ളായി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ, നമ്മൾ പറഞ്ഞ അതേ ലെങ്ത്തിലുള്ള തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാണാൻ ഏകദേശം നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടാകും. ഫ്ലവർ വൈസിനൊക്കെ നമ്മൾ ഉണ്ടാക്കാനായി നമ്മൾ ഒരു 2 ഫ്ലവർ വൈസിനൊക്കെ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഫ്ലവർ വൈസിൻ്റെ കോഡിങ് ഫ്ലവറും ചെടിയും പൂവും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. And subscribe for more videos. Thanks for watching.